ശക്തമായ കടലാക്രമണത്തിൽ തിരുവനന്തപുരം ശംഖുമുഖത്ത് വീടിന്റെ മതിലിടിഞ്ഞ് കടലിൽ പതിച്ചു. മേഖലയിൽ നിരവധി വീടുകൾ കടലെടുത്തു. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, വലിയ ഭീതിയിലാണ് ആ മേഖലയിലൊക്കെ ഉള്ളവർ കഴിയുന്നത്. ഇപ്പോൾ ഒരു വീടിന്റെ മതിലിടിഞ്ഞ് വീണിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും പുതിയ സാഹചര്യം എങ്ങനെയാണ്? ഒട്ടേറെ വീടുകൾ കടലെടുത്തു എന്നൊക്കെയുള്ള വാർത്തയാണല്ലോ വരുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തെ തീരമേഖലയോട് ചേർന്ന് കഴിയുന്നവരൊക്കെ തന്നെ വലിയ ആശങ്കയിലാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഴിയുന്നത്. പക്ഷേ ഇവരുടെ ആശങ്ക ഇപ്പോൾ തുടങ്ങിയതല്ല. നേരത്തെ തന്നെ തിരുവനന്തപുരത്തെ തീരമേഖലകൾ പലതും കടലെടുത്ത് പോയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ശക്തമായ കടൽക്ഷോഭം ഈ തിരുവനന്തപുരത്തെ തീരമേഖലയിലുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശംഖുമുഖത്താണ്. ഈ ഡൊമസ്റ്റിക് എയർപോർട്ടിന് സമീപത്തുള്ള വീടുകളിലെ ആളുകളാണ് ഇപ്പോൾ ആശങ്കയോടെ കഴിയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലമാണ് അല്പസമയം മുമ്പ് ഇടിഞ്ഞ് കടലിലേക്ക് പതിച്ചത്. ഒരു വീടിന്റെ മതിൽ കടലിലേക്ക് പതിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ഭീതിജനകമായാണ് ആ സാഹചര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ ഓരോ നിമിഷം കഴിയുന്തോറും കടൽ കരയിലേക്ക് കയറുന്ന സാഹചര്യമാണ് തിരുവനന്തപുരം ശംഖുമുഖത്ത് ഉള്ളത്. 4 മണിയോടുകൂടി ഈ മതിലിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കടലിലേക്ക് പതിച്ചു. മറ്റ് ഭാഗങ്ങളൊക്കെ തന്നെ കടലെടുക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഒപ്പം ഇതിനോട് സമീപത്തുള്ള നിരവധി വീടുകൾ ഇതിനോടകം തന്നെ പൂർണ്ണമായും ഭാഗികമായും നശിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങ് ദൂരെ ആ ദൃശ്യങ്ങളിൽ ഒരു കെട്ടിടം കാണാം. അത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു അങ്കണവാടിയായിരുന്നു. ആ അങ്കണവാടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതാണ് ഈ തിരുവനന്തപുരത്തെ തീരമേഖലയിലൂടെ ഏറ്റവും ഭീതിജനകമായ ഒരു അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ ഈ ഓരോ നിമിഷവും കടൽ കയറുന്നതോടുകൂടി വലിയ ആശങ്കയിലാണ് ഈ തീരമേഖലയിലെ ജനങ്ങളുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കണ്ട ഈ ഒരു സ്ഥലം തിരുവനന്തപുരം ശംഖുമുഖം സ്വദേശിയായ ജനറ്റിന്റെ ഒരു വീടിനോട് ചേർന്ന മതിലാണ് ഇടിഞ്ഞു വീണത്. അപ്പോൾ ജനറ്റ് തന്നെ 24-നോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ്, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഒരു 4 മണിയൊക്കെ ആകും സാറേ ഇതിങ്ങനെ സംഭവിച്ചിട്ട്. പെട്ടെന്നിരുന്നപ്പോൾ ഒരു സൗണ്ട് കേട്ട് ഇറങ്ങി വന്നതാണ്. അപ്പോഴിതെല്ലാം ഇങ്ങനെ ആയി. കിടക്കാനും പേടി, എല്ലാം പേടി സാറേ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് ആരുമില്ല. ഞാൻ ഒരു വിധവയാണ്, ഞാനൊരു രോഗിയും കൂടെയാണ്. കടൽ ഇത്രത്തോളം കയറിയിട്ടുണ്ടോ നേരത്തെ? നേരത്തെ ഇതുവരെ ഇവിടെ 2 പേര് വീടുണ്ടായിരുന്നു. ആ വീടൊക്കെ എല്ലാം പോയി. ഇതിപ്പം 3ാമത്തെ വീടാണ് ഇതിങ്ങനെ പോകുന്നത്. ഇങ്ങോട്ടേക്ക് കയറുകയാണോ കടൽ? കടലിൽ ഒരുപാട് കയറുന്നു. ഇനിയിപ്പോൾ ഇത് രാത്രി കൊണ്ട് ഇത് ഇത്രയും പോകും. ഇവിടെ നമുക്കറിയാം കടലിൻ്റെ ഇതെന്തരാണെന്ന്. ഇവിടെയുള്ള അപ്പച്ചന്മാരിങ്ങനെ പറയുന്നത് ഇങ്ങോട്ട് കയറുമെന്ന് പറഞ്ഞു. വെറും മണ്ണായതുകൊണ്ട് ഇങ്ങ് കയറുമെന്ന് പറഞ്ഞു. തടഞ്ഞെങ്കിലും മാറി താമസിക്കാൻ പറഞ്ഞു നിങ്ങളോട്? ഇല്ല, ഇവിടെ ആരും വന്നിട്ടില്ല. ഇവിടെ അപ്പുറത്തൊക്കെ വന്നിട്ട് പോലും ഇവിടെ ആരും വന്നിട്ടില്ല. നമുക്ക് വിളിക്കാൻ എനിക്ക് വിദ്യാഭ്യാസമൊന്നും ഇല്ല. എനിക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും അറിഞ്ഞുകൂടാ. എനിക്ക് അതുകൊണ്ടൊക്കെ അറിഞ്ഞുകൂടാ. ഇപ്പം അടുത്തുള്ളവർ വന്നിട്ടാണ് ഇപ്പം സാറിനെയൊക്കെ വിളിച്ചത്. അനുജ, ഈ ജനറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ബന്ധപ്പെട്ട അധികാരികൾ ആരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല. നേരത്തെ ഈ ഭാഗത്തൊക്കെ തന്നെ ഈ കല്ലുകൾ അടുക്കിയിരുന്നു. അങ്ങനെ ഈ കടൽക്ഷോഭത്തെ ഒരു പരിധിവരെയൊക്കെ തന്നെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ആ നടപടികളൊക്കെ തന്നെ പാതി വഴിയിൽ നിലച്ചു എന്നതാണ് പ്രധാനമായും ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വളരെ പെട്ടെന്ന് തന്നെ ഒരു ശാശ്വതമായൊരു പരിഹാരം ഈ കടൽക്ഷോഭത്തിനൊക്കെ തന്നെ കാണണമെന്നാണ് ഇവർ പറയുന്ന കാര്യം. നിരവധി വീടുകൾ ഇതിനോടകം തന്നെ കടലെടുത്ത് കഴിഞ്ഞു. പല വീടുകളും ഭാഗികമായി തന്നെ ശാശ്വത പരിഹാരം വേണ്ടതാണ്. പക്ഷെ അതിനേക്കാൾ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യേണ്ടുന്നത് ഈ ആളുകളുടെ സുരക്ഷ എന്നുള്ളതാണ്. അവിടെ നിന്ന് ഈ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യേണ്ടതുണ്ട്. അങ്ങോട്ടേക്ക് ആരും ഇതുവരെ എത്തിയിട്ടില്ല എന്നുകൂടി അവർ പരാതിപ്പെടുകയാണ്. ഒട്ടേറെ വീടുകൾ കടലെടുത്തു. കൂടാതെ ഒരു വീടിന്റെ മതിൽ ഇടിഞ്ഞ് കടലിൽ പതിച്ചു. വലിയ ഭീതിയിലാണ് ആ മേഖലയിൽ താമസിക്കുന്നവർ.